നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ വന്നതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ടായല്ലോ. നിങ്ങൾക്ക് അങ്ങ് ഒന്നിക്കാൻ പറ്റിയല്ലോ. മറ്റൊരാളെ വേദനിപ്പിക്കാതെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം വളരെ ധന്യമായിരിക്കും. മറ്റുള്ളവർക്ക് ഗുണം ചെയ്താലും ഇല്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കുക എന്നതാ എന്റെ പോളിസി. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെ ഈ ലോകം വിട്ടു പോവാനായാൽ അത്രയും നല്ലത്. ഞാൻ പോയി വിശ്വനാഥ സാറിന് ആഹാരം എടുത്തു നോക്കിയിട്ട്. നിനക്ക് ഒരുപാട് മാറ്റമുണ്ടല്ലോ പ്രിയ. നീ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ആന്റിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത മീനാക്ഷി അമ്മയോട് ഇത്രയും സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഞാനും. ആന്റി മാറിയില്ലേ, അതുപോലെ ഞാനും മാറി. മീനാക്ഷി അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ ആന്റി ഓടി വന്നില്ലേ, അത് തന്നെ ഉദാഹരണം. മനുഷ്യന്മാർക്കെല്ലാം മാറ്റം ഉണ്ടാവും. മാറ്റം നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ചിലരൊക്കെ എത്ര മാറിയെന്ന് പറഞ്ഞാലും അവരുടെ കുത്തിത്തിരിപ്പ് വിട്ടുമാറില്ല. അത് ശരിയാ. എത്രയായാലും അണ്ണാറക്കണ്ണൻ മരം കയറ്റം മറക്കില്ലല്ലോ. അതവർക്ക് ജന്മന കിട്ടുന്നത് ആ സ്വഭാവം. അതെത്ര തൂത്താലും പോവില്ല. അവർ കടന്നു പോകുന്ന വഴികൾ വികൃതമാണെങ്കിൽ അവരുടെ പ്രവർത്തികളും വികൃതമായിരിക്കും. വിശുദ്ധനാവാൻ ചിലർ ശ്രമിക്കും, പക്ഷെ അങ്ങനെ അധികം നാൾ പിടിച്ചേക്കാൻ പറ്റില്ല. എത്ര ഒളിച്ചു വെച്ചാലും ഒരു ദിവസം പുറത്തു വരും. ആന്റി പറയുന്ന കേട്ടാ ഞാനിത് തെറ്റിയത പോലെയാണല്ലോ. അത് നിനക്ക് അങ്ങനെ തോന്നും. തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ കുറ്റബോധം തോന്നും. നമ്മൾ ചെയ്യുന്ന കള്ളങ്ങളെല്ലാം പിടിക്കപ്പെടുന്നുള്ളൊരു ഭീതി. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാം യാന്ത്രികമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, മറ്റുള്ളവരുടെ വേദന അറിയണമെങ്കിൽ മനുഷ്യത്വം ഒരല്പമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. ആന്റി, ഞാൻ മാറിയെന്ന് വിശ്വനാഥൻ അച്ഛന് വരെ മനസ്സിലായി. ആന്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് കാണിച്ചിട്ടുള്ള പോക്കൃത്തരങ്ങളൊക്കെ ഞാൻ പുറത്ത് പറഞ്ഞ പിന്നെ ആന്റിയുടെ ഈ നല്ല പിള്ള ചമയിലൊക്കെ അങ്ങ് പോവും. എടീ, നീ എന്ത് ഭീഷണിപ്പെടുത്തോണോ? അങ്ങനെ നിന്റെ ഭീഷണിയിൽ വീഴുന്നവളല്ല ഈ മധു. അത് നിനക്ക് നല്ല വ്യക്തമായി അറിയാവുന്നതല്ലേ. നിന്നെ പോലൊരു ഗജ ഫ്രോഡ് എത്ര മാറി എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. എന്റെ ചേച്ചിയുടെ മകളാണെന്ന വ്യാജേന നീ വീട്ടിൽ വന്ന് കേറിയപ്പോ ആദ്യമായി നിന്നെ ഞാൻ നോട്ടം വിട്ടതാ. നീ അന്നേ കള്ളിയാണെന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നതാ. പക്ഷെ നീ നിന്റെ സൂത്രപ്പണി കൊണ്ട് എന്നെ മയക്കി. അതിൽ ഞാൻ വീണുപോയി. എന്റെ അമ്മയ്ക്കും മാധുരി ചേച്ചിക്കും അത് നന്നായിട്ട് അറിയാം. നിനക്ക് ഞങ്ങളുടെ വീട്ടില് റാണിയായി വാഴാമായിരുന്നു. പക്ഷെ നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് പൂജ. അവക്കെതിരെ നീ എന്തും ചെയ്യുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ പ്രതിഫലമാണ് അർജുന്റെ ജയിൽവാസമെങ്കില്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി നിന്റെ അടവുകൾ ഒന്നും നടക്കില്ല. അത് നീ ഓർത്താ നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്റെ കഴുത്ത് ഞെരിക്കുന്നത് ഞാനായിരിക്കും. നീ ഓർത്തു വെച്ചോ, ഇത് മധുവാ. നിന്റെ തരികിടെ ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. എന്റെ കൈയുടെ ചൂട് നീ ഒരിക്കൽ അറിഞ്ഞതാ. തള്ളേ, എന്നോട് കളിക്കാൻ വരരുത്. ജയിലിൽ പോയി എനിക്ക് ഒരാളെ കൊല്ലാനുള്ള അറപ്പും ഭയവും ഒക്കെ മാറിയതാ. ഇനി ഒരാളെ കൂടി കൊന്നാലും കുഴപ്പമൊന്നുമില്ല. നീ മാറിയല്ലേ? യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നല്ലോ. ഞാനും ഇതേ ഉദ്ദേശിച്ചുള്ളൂ. നിന്നെ അല്പം ഒന്ന് പ്രലോഭിപ്പിച്ചപ്പോ നിന്റെ തനി നിറം വെളിച്ചു തോന്നും. നീ വലിയ ആത്മീയതയൊക്കെ പറഞ്ഞത് നിന്റെ കള്ളത്തരാണെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഏത് വഴി പോയാലും നിന്റെ പുറകെ ഈ മധു ഉണ്ടാവും.
ഇതുവരെയുള്ള നമ്മുടെ നീക്കങ്ങൾ വളരെ കൃത്യമായിരുന്നു. അർജുന്റെ ജയിൽ മോചനത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകാം. അടുത്ത നമുക്ക് കിട്ടേണ്ട ഉത്തരം സ്വാതിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണ്. അത് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിച്ചാൽ പിന്നെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. നമുക്ക് ജയിലിൽ പോയി സ്വാതിയുടെ അച്ഛനെ ഒന്നുകൂടെ കാണണം. അയാൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്റെ ഒരു സുഹൃത്ത് ജയിലിലുണ്ട്, ഷാജി. നമുക്ക് സൂപ്രണ്ട് വഴി ഷാജി ഒന്ന് പിടിക്കാം. ബാക്കിയൊക്കെ ഷാജി ചെയ്തു തരും. അതുപോലെ സ്വാതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതും ആ കേസിൽ ഇത്രയും ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് ചരടുവലികൾ നടത്തിക്കൊണ്ടിരുന്നതും സാക്ഷിയുടെ വക്കീല. അതിനർത്ഥം സാക്ഷിയുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് ഇതിന്റെ ഒക്കെ പുറകിൽ. അതല്ലെങ്കിൽ സേനാപതിയായിരിക്കും. അത് നമുക്ക് കണ്ടെത്തണം. കിരൺ സർ, ഈ കേസിന്റെ അഭിമാന പ്രശ്നം ഭർത്താവിന്റെ മേൽ ഇങ്ങനെ കളങ്കം നിറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോ വീട്ടിലുള്ളവരുടെ മനസ്സെങ്ങനെയായിരിക്കും എനിക്കിപ്പം മനസ്സിലായി. ഉറപ്പായിട്ടും മാനനഷ്ട കേസ് കൊടുക്കണം. പക്ഷേ അതിനു മുമ്പ് സ്വാതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കളക്ട് ചെയ്യണം. അത് വേണം പൂജ. അർജുനെ കോടതി വെറുതെ വിട്ടതുകൊണ്ടായില്ല. മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. എന്റെ ആഗ്രഹവും അതുതന്നെയാ. പൂജ നേരിട്ട മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം. എനിക്ക് വേണ്ടി രാവെന്നോ പകലെന്നോ പോലില്ലാതെ കഷ്ടപ്പെട്ട് എന്നെ പുറത്തിറക്കിയ പൂജയോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. സ്വന്തം ഭർത്താവിനെ കുറിച്ചുള്ള അപവാദ കഥകൾ സഹിച്ചു കേട്ടത് അതെന്തെങ്കിലും കള്ളമാണെന്ന് തെളിയുമെന്ന് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. തന്റെ ലക്ഷ്യം സാധിക്കാൻ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അതിരിക്കട്ടെ, സ്നേഹസദനത്തിലെ പ്രിയെ വസന്തൻ ചേട്ടൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തായി? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? വസന്തനങ്ങള് അവളുടെ പുറകെ തന്നെ ഉണ്ട് സർ. മധുവിന്റെയും കൂടെയുണ്ട്. നമുക്ക് വൈകാതെ തന്നെ പ്രിയയുടെ കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഞാൻ പഠിച്ചു കിരൺ. നമ്മൾ എത്രയൊക്കെ കേമനാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ പ്രശസ്തനാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലും എത്രമാത്രം സത്യസന്ധനാണെങ്കിലും ഒരു വീഴ്ച വീണാൽ വീണത് തന്നെയാണ്. എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നതിനുള്ള രേഖകൾ വെക്കണം. ഒരു ഡയറി സൂക്ഷിക്കണം. പോക്കറ്റ് ക്യാമറ റെഡിയാക്കി വെക്കണം. എതിരാളിക്കെതിരെ കേസ് തെളിയിക്കാനായിട്ട്. അർജുൻ പറയുന്നത് ശരിയാ. ഓരോ നിമിഷവും നമ്മൾ വിജിലന്റ് ആയിരിക്കണം. അത് തന്നെയാണ് പ്രധാനം. എന്തായാലും സ്വാതിയുടെ അച്ഛനെ നമുക്ക് ഉടനെ കാണാം. അതിന്റെ ഡേറ്റും ടൈമും ഞാൻ ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ കിരൺ, താങ്ക് യു. ഓക്കെ, ഞങ്ങൾ പോട്ടെ.